എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തക്കാളി മോരുകറിയാണ്. ഈ ഒരു മോരുകറി തയ്യാറാക്കി എടുക്കാനായിട്ട് 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് അരപ്പ് തയ്യാറാക്കാം. അരമുറി നാളികേരവും 1/4 ടീസ്പൂൺ അളവില് നല്ല ജീരകവും, ഒരു പച്ചമുളകും, 2-3 അല്ലി വെളുത്തുള്ളിയും, 3 അല്ലി കൊച്ചുള്ളിയും കൂടി ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി മോരുകറിക്കായിട്ടുള്ള തൈര് കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് ലൂസാക്കി വെക്കണം. ചെറിയ തീയിൽ തക്കാളി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരച്ചെടുത്ത നാളികേര കൂട്ടത്തിലേക്ക് ചേർക്കാം. നല്ലോണം തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാനായിട്ടും. അരപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മോര് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. കറി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കറി ചൂടായി വരുമ്പോൾ താഴേക്ക് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്തൊന്ന് താളിച്ചൊഴിച്ചാൽ വളരെ സ്വാദിഷ്ടമായ മോരുകറി ഇവിടെ റെഡിയാണ്. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.